പേര് ശ്രീജ സാജു. ഞാൻ അതിരമ്പുഴയിൽ നിന്ന് വരുന്നു. ശ്രീജ സാനു. ഇത് എൻ്റെ മോനാ. അവൻ പ്ലസ് 1 പഠിക്കുമ്പോഴത്തേക്കും അവന് പേര് പറഞ്ഞില്ലല്ലോ. എന്തോ അവന്റെ പേരെന്താ? സോബിൻ. സോബിൻ. അവൻ പ്ലസ് 1 പഠിക്കുമ്പോഴത്തേക്കും അവൻ യൂറിൻ പാസ് ചെയ്യുമ്പം ബ്ലഡ് പോകുമായിരുന്നു. അപ്പം അന്നേരം ഞങ്ങൾ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പോയി കാണിച്ച് അവിടെ ചെന്നപ്പോഴത്തേക്കും ഡോക്ടർമാർ ഒരുപാട് പരിശോധനകളൊക്കെ ചെയ്ത് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ ക്യാമറ ഉള്ളിൽ കടത്തി പരിശോധിച്ചു. അങ്ങനെയൊക്കെ പരിശോധിച്ച് ഡോക്ടറോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ക്യാൻസറിൻ്റെ ആവാനാണ് സാധ്യതയെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ എങ്ങനെ അത് തീർച്ചയാണോയെന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 99% ക്യാൻസർ ആവാനാണ് സാധ്യതയെന്ന് പറഞ്ഞു. അപ്പോൾ ആ പാട് സങ്കടമായി. പിന്നെ ഞങ്ങൾ 1% എന്തായാലും പ്രതീക്ഷയുണ്ടല്ലോ. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ അവിടുന്ന് അവർ പറഞ്ഞു രാജഗിരി ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ അമൃത ഇവിടെ 2 സ്ഥലത്തേ ഉള്ളൂ ഇതിനുള്ള ഉപകരണങ്ങളുള്ളെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്ന് ഇങ്ങനെ 1-2 പേരിങ്ങനെ പറഞ്ഞു ഇവിടെ ഇങ്ങനെ പള്ളിയിൽ പ്രാർത്ഥനയുണ്ട്, നിങ്ങൾ അവിടെ ഒന്ന് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് എന്തോ ഏത് വർഷം അത് 2019. അപ്പം ഇങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥനയുണ്ട്, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞങ്ങൾ 2 ആഴ്ചയുള്ളൂ പിന്നെ രാജഗിരിയിലേക്ക് പോകാനായിട്ടുള്ളൂ. 2 ആഴ്ച എനിക്ക് 2 ചൊവ്വാഴ്ച എനിക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ പറ്റി. ഞാനിവിടെ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ ദൈവത്തോട്, ദൈവം എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പം ഉണ്ടായേക്കരുത്, അവനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി തരണം, എനിക്ക് ഒരു പ്രശ്നം ഉണ്ടാകരുതെന്നും പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോണത്. അവിടെ ചെന്ന് അവിടുത്തെ പരിശോധനകളൊക്കെ കഴിഞ്ഞ് അവിടെ ഒരു ദിവസം കിടക്കേണ്ടി വന്നു. അവിടുത്തെ പരിശോധനകളെല്ലാം കഴിഞ്ഞ് അവിടുന്ന് റിസൾട്ട് വന്നു. കുഴപ്പമൊന്നുമില്ല, കുഞ്ഞിന് ഒരു പ്രശ്നമില്ല. എന്തോ അലർജിയുടെയാ. അതെ, അലർജി 6 മാസം 99% ക്യാൻസർ ആകാൻ സാധ്യത പറഞ്ഞതാ. അലർജിയുടെ ആണ്. നിന്റെ ദൈവത്തിന് നിന്റെ ക്യാൻസറിനെ ഒരു അലർജിയാക്കി മാറ്റാൻ നിന്റെ ദൈവത്തിന് 1 സെക്കൻഡ് മതി എന്ന് വിശ്വസിക്കുന്നതിന് മാത്രം വലതുകരം ഉയർത്തി ഹല്ലേലൂയ വിളിച്ചേ. മകളെ, ഇതാണ് ദൈവം ഒരു ജീവിതത്തിൽ വരുത്തുന്ന മാറ്റം. നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. പറഞ്ഞ ആകാശ ഭൂമിയും നമ്മൾ അകലോന്നൊക്കെ പറഞ്ഞ് ചിരുമ്പ് പറഞ്ഞില്ലേ. പിന്നെ 6 മാസം മരുന്ന് കഴിക്കേണ്ടി വന്നു. മരുന്ന് കഴിച്ച് അത് പരിപൂർണമായിട്ട് മാറി. പിന്നെ ഞാൻ സ്ഥിരം എല്ലാ ചൊവ്വാഴ്ച ഞാൻ ഇവിടെ വരും. ഇവിടെ വന്ന് ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് വീടില്ലായിരുന്നു, വീട് കിട്ടി. അതുപോലെ മോളുടെ കല്യാണം 10 പൈസ കയ്യിലില്ലായിരുന്ന സമയത്ത് എൻ്റെ മോളുടെ കല്യാണം നടന്നു കിട്ടി. അവളിപ്പോൾ സന്തോഷമായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു. അവൾക്കൊരു കുഞ്ഞുവാവുണ്ട്, 3 മാസമായി. അങ്ങനെ ഒരുപാട് അനുഗ്രഹം എനിക്ക് ഇവിടെ വന്ന് കിട്ടി. ഞാൻ ഇപ്പോഴും എല്ലാ ചൊവ്വാഴ്ച എനിക്ക് പറ്റുന്ന, എനിക്ക് വയ്യാഴിക ഒന്നും ഇല്ലാത്ത സമയത്തൊക്കെ ഞാൻ ഇവിടെ വന്ന് എല്ലാ ചൊവ്വാഴ്ച ഞാൻ പ്രാർത്ഥിക്കും. കൈയടിച്ച് അവന് മാത്രം കൊടുത്തേ. സുവിനെന്ന് കൊടുത്തേ. മോനെന്നാ പറയണേ? അവൻ PGക്ക്. അവനെന്ന് പറയട്ടെ. നിനക്കെന്നാ പറയണേ? നീ ദൈവാനുഭവത്തെ മോനെന്നാ പറയണേ? എനിക്ക് ഞാൻ 10ാം ക്ലാസ് കമ്മലൊക്കെ ഇട്ടുകൊണ്ടാണോ നീ വന്നിരിക്കുന്നത്? ഓക്കെ. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാനിവിടെ വരുന്നുണ്ടായിരുന്നു. 10ാം ക്ലാസ്സിലൊക്കെ മാർക്ക് കിട്ടിയോ? 10ാം ക്ലാസ്സിൽ കുഴപ്പമില്ല മാർക്ക് കിട്ടി. ഇങ്ങനെ അസുഖം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വല്ലാതെ പേടിയായി പോയി. അത്യാവശ്യം നല്ല രീതിയിൽ പേടിച്ചു. എനിക്കല്ലായിരുന്നു, എന്നെ കഴിഞ്ഞും കൂടുതൽ അമ്മയ്ക്കായിരുന്നു. നമുക്കിതൊരു വിഷയമല്ല. ആ പ്രായത്തിൽ നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പം അമ്മയ്ക്ക് നല്ല പേടിയായിരുന്നു. അമ്മ ഇവിടെ എപ്പോഴും വന്ന് ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ച് എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ അവർ ഇവിടെ പറ്റത്തില്ല, ഓപ്പറേഷന് വേണ്ടിയിട്ട് രാജഗിരി പോകണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓപ്പറേഷന് വേണ്ടിയിട്ടായിരുന്നു. സീരിയസ് ആയി നമ്മളും അല്ലേ. അപ്പോഴത്തെ പെട്ടെന്ന് അവിടെ ചെന്ന് ഓപ്പറേഷന് വേണ്ടിയിട്ട് ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് ക്യാൻസർ അല്ല, അത് ജസ്റ്റ് എന്തോ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ പോലെ എന്തോ സാധനമാണെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ വേണ്ടെന്ന് പറഞ്ഞു. ഇവിടുന്ന് 99% അതാണ് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പം പെട്ടെന്ന് ഭയങ്കര സന്തോഷം തോന്നി. അമ്മയ്ക്കായിരുന്നു ഏറ്റവും കൂടുതൽ ഭയങ്കര സന്തോഷം. അമ്മയ്ക്ക് ഭയങ്കര സങ്കടവും. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എല്ലാ ചൊവ്വാഴ്ച ഞാൻ ഇവിടെ വരും. സോബിൻ. ഇത് ഞാൻ പറയാനും കാരണം ഞാനാണെങ്കിലും അമ്മയാ സാക്ഷ്യം ഇവിടെ പറയാമെന്ന് നേർന്നത്. അപ്പോഴത്തേക്ക് ഞാൻ മമ്മി പോയി പറയാമെന്ന് ഞാൻ പറയുമായിരുന്നു. ഞാനിവിടെ ആന്ധ്രയിൽ പഠിക്കുമായിരുന്നു. ഞാനിപ്പോൾ PG ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം എൻ്റെ PG പഠനങ്ങളെല്ലാം ഭയങ്കര തടസ്സമായിരുന്നു. ഒന്നും അങ്ങ് ഇത് പഠിച്ച് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നില്ല. കഴിഞ്ഞ ഇടയ്ക്ക് അവിടെ പോയപ്പോഴും എനിക്ക് മഞ്ഞപ്പിത്തം പിടിച്ച് കുറച്ച് സീരിയസ് ആയി, ലിവറിനൊക്കെ കുറച്ച് പ്രോബ്ലം ആയിട്ട് ഇപ്പം നാട്ടിലായിരുന്നു. ഇപ്പം
അത് കഴിഞ്ഞ് ഞാനിങ്ങനെ നമ്മൾ മറ്റേ സുവിശേഷത്തിൻ്റെ പെട്ടിയില്ലേ, അതെപ്പോഴും എന്തുകൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ച് ഇങ്ങനെ സുവിശേഷത്തിൻ്റെ പെട്ടി എടുത്ത് അതിൽ നിന്ന് എടുക്കുമ്പോൾ എനിക്ക് 3-4 പ്രാവശ്യം ഇങ്ങനെ യേശുവിന് മഹത്വം നൽകുന്നതിൽ നീ ലജ്ജിക്കരുതെന്നും പറഞ്ഞ് കിട്ടി. കർത്താവിന് മഹത്വം കൊടുക്കുന്നതിൽ നീ ലജ്ജിക്കരുത്. സത്യമായൊരു വചനങ്ങളെ എളിമപ്പെട്ട ആര് കർത്താവിന് മഹത്വം കൊടുക്കണം? അത് ഒന്നിനുമല്ല, നിന്റെ ജീവിതം ബലപ്പെടാൻ വേണ്ടിയിട്ടാണ്. നോക്കിയേ, പലതവണ അതിൽ എടുക്കുമ്പോൾ കിട്ടുന്ന കർത്താവിന് മഹത്വം കൊടുക്കുന്നത് നീ ലജ്ജിക്കരുത്. ഹല്ലേലൂയ, ഒച്ചതി പറ ഹല്ലേലൂയ. ചില മക്കളെന്നോട് വെച്ചാൽ കൈ വെക്കാൻ പ്രയാസം, ചിലക്ക് കൈ ഉയർത്തി പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ടാണ്, ചിലക്ക് കൈ അടിക്കാൻ ബുദ്ധിമുട്ട്. നിങ്ങൾക്ക് ഒരു നിർബന്ധമില്ല കേട്ടോ. കൈ വെക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കൈ അടിക്കാനും എനിക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ദൈവങ്ങൾ ഇതൊക്കെ എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. പക്ഷെ നീ കൈ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് കിട്ടുന്നൊരു സ്വാതന്ത്ര്യമുണ്ട്. നീ കൈയടിച്ച് പാടുമ്പം നിനക്ക് കിട്ടുന്നൊരു ആനന്ദമുണ്ട്. വൈതലേ കർത്താവിന് മഹത്വം ഒരിക്കലും ലജ്ജിക്കരുത്. നിങ്ങൾക്ക് കിട്ടിയ ദൈവാനുഭവം നിങ്ങൾ പറയണം. എന്നോട് ദൈവവേദന എന്നോട് പറഞ്ഞാൽ അച്ഛാ എവിടെ അവസരം കിട്ടിയ ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തും. ഞാൻ കർത്താവിന്, അത് മുഖ്യമന്ത്രിയാണെങ്കിലും ശരി, ഏത് മന്ത്രിയാണെങ്കിലും ശരി, ഏത് ഉദ്യോഗസ്ഥനാണെങ്കിലും ശരി, അവരുടെ മുമ്പിൽ ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തും. ഹല്ലേലൂയ, ഒച്ചതി പറ ഹല്ലേലൂയ, ഒച്ചതി പറ ഹല്ലേലൂയ. എന്നിട്ട് കൂട്ടുകാരോടൊക്കെ പറഞ്ഞു ഇങ്ങനെ ഈശോ ചെയ്യുമെന്നും പുണ്യാളച്ചെടുത്ത് പോകണമെന്ന് ആരോടെങ്കിലും പറയാറുണ്ടോ സോബിൻ? ഞാൻ പറയാറുണ്ട്, ഇപ്പം പറയുന്നുണ്ട് എല്ലാവരോടും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ എനിക്ക് അടുത്ത ആഴ്ച ഞാനാണ് നിർബന്ധിച്ച് അമ്മയോട് പോയി സാക്ഷ്യം പറയാനല്ലേ. അതുകൊണ്ട് അടുത്ത ആഴ്ച എനിക്ക് ആന്ധ്രയിൽ പോകണം. അതിന് മുമ്പ് എന്നാളും വന്നിവിടെ പറഞ്ഞിട്ട് പോകണം. ഇനി ചില മുഴുവൻ വാതിലും ഇങ്ങനെ തുറന്നു കിടക്കും. ഓൾ ദ ഡോർസ് വിൽ ബി ഓപ്പൺ ഫോർ യു. ഹല്ലേലൂയ. മോനെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ കൂട്ട. നിന്റെ നിയോഗങ്ങളെല്ലാം കർത്താവ്, ഒരു രോഗപീഠ നിനക്ക് വരാതിരിക്കട്ടെ. കോഴ്സൊക്കെ നന്നായിട്ട് പൂർത്തിയാക്കാൻ നിന്റെ ഭാവജീവിതം കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഷബരാനീരാഹീരാഹീര. അമ്മയെ ദൈവം അനുഗ്രഹിക്കണം. അമ്മയുടെ നിയോഗങ്ങൾ. എത്ര കുഞ്ഞുങ്ങളാണ് ഉള്ളത്? 2 മക്കളും അനുഗ്രഹിക്കപ്പെട്ട ജീവിത പങ്കാളി. നിയോഗങ്ങൾ ഈ സമയത്ത് അമ്മ എന്തു പ്രാർത്ഥിക്കുന്ന നിയോഗം അത്ഭുതമായിട്ട് മാറട്ടെ. ഷബരാനീരാഹീരാഹീര. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ. ഉപേക്ഷിച്ചാലുപേക്ഷിക്കാം